ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് 100-ലധികം പട്ടാളക്കാരെ പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്ന് ഇന്ത്യൻ സേനയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ വെളിപ്പെടുത്തി. പാക് സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകിയ മരണാനന്തര ബഹുമതികളുടെ എണ്ണം 100-ൽ കൂടുതലായിരുന്നുവെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു. ശബരിമലയിൽ 2019-ൽ സ്വർണം പൊതിഞ്ഞ പാളികൾ അഴിച്ചെടുത്തപ്പോൾ എഴുതിയ മഹസറുകളും മുക്കിയെന്ന് വ്യക്തമായി. ഇതിനിടെ ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ കൂടി സസ്പെൻഡ് ചെയ്തു. നിരോധിച്ചിരിക്കുന്ന എയർ ഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന കർശനമാക്കി. 400-ഓളം കേസുകളിന്മേൽ വകുപ്പ് 5.25 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി കഴിഞ്ഞു. നവജാത ശിശുക്കളിൽ ജനിതക വൈകല്യം കൂടുന്നുവെന്നും പഠനം നടത്തണമെന്നും നിയമസഭാ സമിതി ശുപാർശ ചെയ്തതായി റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് വൈകല്യബാധിതർ കൂടുതലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി പത്മതീർത്ഥക്കുളത്തിലെ മീനുകളെ സമീപമുള്ള അണക്കെട്ടുകളിലേക്ക് മാറ്റി ജലജപത്തിനായാണ് കുളം നവീകരിക്കുന്നത്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരത്ത് റവന്യൂ ജില്ലാ കായികമേള ആരംഭിച്ചു. ആദ്യ ദിനം തിരുവനന്തപുരം നോർത്ത് ഉപജില്ല കൂടുതൽ നേട്ടങ്ങളുമായി മുന്നിലെത്തി. ഇന്നലെ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മിന്നലേറ്റ് മറുനാടൻ തൊഴിലാളികൾ 2 പേർ മരിച്ചു. 4 ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ഇടിമിന്നൽ മഴയിൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബോട്ടിംഗ് നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ തദ്ദേശീയരായ സാമൂഹ്യ വിരുദ്ധർ ബിയർ കുപ്പി എറിഞ്ഞതിനെ തുടർന്ന് 3 വയസ്സുകാരിക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് പൂവാറിൽ ബോട്ടിങ്ങിനിടെയാണ് സംഭവം. വെട്ടുകാട് സ്വദേശി സനോജിനെ പോലീസ് പിടികൂടി. MC റോഡ് വഴി തിരുവനന്തപുരത്തേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് റൂട്ട് പുനഃക്രമീകരിച്ചതായി അറിയിപ്പ്. തിരുവനന്തപുരം വെമ്പായം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും കിളിമാനൂർ കാരേറ്റ് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്കുമാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളതെന്നും അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.